ഹായ്, ടോപ്പ് 10 റിവ്യൂ ചാനലിലേക്ക്, ബിഗ് ബോസ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്വാഗതം. ഞാനിവിടെ പുതിയൊരു പുതിയൊരു വിഷയവുമായി വരികയാണ്. ഇനി നമുക്ക് കുറച്ച് ദിവസം വേറൊരു കണ്ടൻറ്റ്, വേറൊരു ക്രിയേറ്റിവിറ്റിയായി ചെറിയ വിഷ്വൽ ഷോ, അതായത് റിയാലിറ്റി ഷോയിനെ കുറിച്ച് സംസാരിക്കും. ബിഗ് ബോസ് സീസൺ 6 കുറിച്ച് ഇന്നലെയാണ് അത് ലോഞ്ച് ചെയ്തത്. നമുക്കറിയാം, എല്ലാ വർഷവും ബിഗ് ബോസ് സീസൺ 5 വരെ എത്തി. അവസാനത്തെ സീസൺ 6 ആണ് 2024 നമ്മൾ കാണുന്ന പുതിയൊരു ബിഗ് ബോസ്. കാഴ്ചയിൽ അത്ര നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കണ്ടത്. ഫീഡും അതിൻ്റെ എല്ലാ കണ്ടന്റ് ക്രിയേറ്റീവ് എല്ലാം ഒട്ടും മോശമല്ല എന്നൊരു രീതിയാണ് ബിഗ് ബോസ് ഇപ്രാവശ്യം കൊണ്ടുവന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഉള്ള ഈ ബിഗ് ബോസിൻ്റെ പുതിയൊരു രീതി നമുക്കിഷ്ടപ്പെട്ടു. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ടോപ്പ് 10 റിവ്യൂടെയും ടോപ്പ് 10 ചാനലിൻ്റെയും നല്ലൊരു ബെസ്റ്റ് വിഷ്വൽസ് ബിഗ് ബോസ് എന്ന പുതിയൊരു ഷോക്ക് നമ്മൾ തരികയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടതും നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റീവായ എപ്പിസോഡ്സ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതുപോലെയുള്ള പ്രതീക്ഷകൾ ഉണ്ടാവാം. തുടങ്ങി ഇന്നലെ തന്നെ നമ്മൾ ഇന്നലെ ഉണ്ടായ എപ്പിസോഡിൻ്റെയും ഇന്ന് നടക്കാൻ പോകുന്ന എപ്പിസോഡ് നാളെയാണ് റിപ്പീറ്റഡായി ഉണ്ടാകാൻ പോകുന്നത്. രണ്ടും വിട്ടായിരിക്കും എപ്പിസോഡിൻ്റെ റിവ്യൂസ് ഇടാൻ പോകുന്നത്. അപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച്, അതായത് സീസൺ 6 കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ചെന്നൈ വെച്ച് നടക്കുന്ന പുതിയ സീസൺ 6 വിഷയം. അപ്പോൾ 19 കണ്ടസ്റ്റൻ്റ്, 2 കോർണർ, 1 നിശാന, 2 വേറൊരു പെൺകുട്ടിയും കൂടിയുണ്ട്. 19 കണ്ടസ്റ്റൻറ്റ്. ആദ്യം മുൻസിബ, ലാലേട്ടൻ്റെ ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറുടെ മകളായിരുന്ന മുൻസിബയാണ് ആദ്യം. പിന്നെ വന്നത് ഒരു ജിമ്മനായി, അവൻ ജിൻഡോ എന്നൊക്കെയാണ് അവൻ്റെ ഒരു പേര്. അതിനുശേഷം വന്നത് ഒരു യൂട്യൂബർ. പിന്നെ ഒരു സീരിയൽ നായികയാണ് പിന്നെ വന്നത്. അമ്മാരുടെ റോളിലും വലിയ റോളിലുമൊക്കെ അഭിനയിച്ചിരുന്ന ഒരു വലിയ സീനിയർ ആക്ട്രസ്. പിന്നെ ഒരുപാട് സ്പെഷ്യൽ കാറ്റഗറീസും ഉണ്ടായി. അങ്ങനെ പലരും ഇപ്രാവശ്യം സീസണിലുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും പേരുകളൊന്നും പറഞ്ഞ് നിങ്ങൾ ഇതാക്കാനല്ല ഇപ്പോൾ പറയുന്നത്. ബിഗ് ബോസിൻ്റെ ആദ്യ ലോഞ്ച് അത് നടന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ അഭിപ്രായത്തിൻ്റെ ഒരു രീതിയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇങ്ങനെ 19 പേരും പെർഫെക്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്നാണ് നമുക്ക്. ആര് വന്നു പോകുന്നില്ല. ബിഗ് ബോക്സിൽ ആര് വന്നാലും പോയാലും വിജയിക്കുന്നവനാണ് ഹീറോ. അവിടെ വിജയം ആർക്കെന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. വോട്ട് ചെയ്യുക ഒക്കെ ചെയ്യുക, പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കി വേണം കുത്താൻ. അല്ലാതെ വെറുതെ വോട്ട് ചെയ്താൽ അത് വെറുതെ ഇട്ടിരിക്കുന്നത് കൊടുക്കുന്ന
ഒരു കഥ പോലെയായി. ബിഗ് ബോസിൽ എല്ലാ ഗെയിമുകളും പക്വതയോടെ ചെയ്യാൻ പറ്റുന്നത് ജാഫർ ജാസ്മിൻ. അവൾ നല്ലൊരു ഗെയിമറാണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് മുമ്പ് വന്ന അർജുൻ, അവനെയും നല്ലൊരു ഗെയിം സ്ട്രാറ്റജിയാണ്. പിന്നെ വന്ന ഒരു പാട്ടുകാരനായി വന്ന നല്ലൊരു ആക്റ്റീവ് പ്രസൻസ് നടത്തിയ ജിനേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടിയുണ്ട്. അങ്ങനെ പലരും പുതുതായി വന്നിരിക്കും. ശ്രുതി എന്ന് പറയുന്ന ഒരു സീരിയൽ ആക്ട്രസ് ഉണ്ട്. അങ്ങനെ പലരും, ഋഷി, കുമ്പളകും ഋഷി, അപ്പോൾ വളരെ അവരൊക്കെ വരുമ്പോഴേക്ക് തന്നെ മാറിയത് ബിഗ് ബോസിൻ്റെ വളരെ മികച്ചമായി മുന്നോട്ട് വേറൊരു റേഞ്ചിലേക്ക് മാറും, വേറൊരു മാറ്റത്തിന് ശ്രമിക്കും, വേറൊരു ഗെയിം എക്സ്പീരിയൻസിന് ശ്രമിക്കും. എല്ലാം നന്നായി. ബെസ്റ്റ് ഓഫ്